നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്രത്തിലെ എൻ.ഡി.എ സർക്കാർ ഉടൻ തന്നെ നിലം പതിച്ചേക്കാമെന്ന ആർ.ജെ.ഡിയുടെ സമുന്നതനായ നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ വാദം ശ്രദ്ധേയമാവുകയാണ്. കേന്ദ്ര സർക്കാർ വളരെ ദുർബലമാണെന്നും അത് ഓഗസ്റ്റ് മാസത്തോടെ തന്നെ തകരാൻ സാധ്യതയുണ്ടെന്നുമാണ് ലാലു കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത്. കഴിഞ്ഞ 27 വർഷമായി നമ്മൾ നിരവധി ഉയർച്ച താഴ്ചകൾ കണ്ടു. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ശക്തരായി. മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിലെ സർക്കാർ ദുർബലമാണ്. ഓഗസ്റ്റിൽ അത് താഴെ വീഴാം. തിരഞ്ഞെടുപ്പ് എപ്പോൾ വേണമെങ്കിലും നടക്കാമെന്നതിനാൽ എല്ലാ പാർട്ടി പ്രവർത്തകരോടും നേതാക്കളോടും സജ്ജരായിരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നുവെന്നാണ് ലാലു പ്രസാദ് യാദവ് പറഞ്ഞത്. ബീഹാറിൽ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ ആർ.ജെ.ഡി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ഞാൻ അദ്ദേഹത്തിന് ചുമതല നൽകിയിട്ടുണ്ടെന്നും ലാലു പ്രസാദ് ഈ അവസരത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ പിന്തുണ നൽകുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആർ.ജെ.ഡി ഇനിയും ഉയരങ്ങളിലെത്തുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നുവെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതേസമയം കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും എൻ.ഡി.എ സർക്കാരുകൾക്കെതിരെ തേജസ്വി യാദവും ആഞ്ഞടിച്ചു. ബീഹാറിൽ കുറ്റകൃത്യങ്ങൾ നിരന്തരം നടക്കുന്നുണ്ട്. കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഇരട്ട എഞ്ചിൻ എന്ന അത്ഭുതകരമായ ഒരു കളി അരങ്ങേറുകയാണ്. ഒരു എഞ്ചിൻ അഴിമതിയിലും മറ്റൊന്ന് കുറ്റകൃത്യത്തിലും ഏർപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം തുറന്നടിച്ചിരിക്കുകയാണ്. ബീഹാറിൽ 2024 ഡിസംബറിലോ 2025 തുടക്കത്തിലോ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നും തേജസ്വി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തീർന്നില്ല, ബീഹാറിൽ നിരന്തരം പാലം തകരുന്ന സംഭവങ്ങളും അദ്ദേഹം ഈ അവസരത്തിൽ ചൂണ്ടിക്കാട്ടി. നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായ ദിവസം മുതൽ 18 മാസത്തെ ഭരണം മാറ്റിവെച്ചാൽ ഗ്രാമീണ മരാമത്ത് വകുപ്പിന്റെ ചുമതല പൂർണ്ണമായും ജെ.ഡി.യുവിനായിരുന്നു. തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പണപ്പെരുപ്പം എന്നിവയ്ക്കൊപ്പം പാലങ്ങളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ വീണ്ടും അധികാരത്തിൽ വരാൻ നമ്മൾ അനുവദിക്കില്ലെന്നും തേജസ്വി യാദവ് തുറന്നടിച്ചു. മോദി സർക്കാർ 5 വർഷം നീണ്ടു നിൽക്കില്ലെന്ന് സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ യാദവ് വീണ്ടും ഊന്നി പറഞ്ഞു. നിതീഷ് കുമാർ ബീഹാറിൽ 2024 25 തിരഞ്ഞെടുപ്പ് നടത്തിയേക്കാം. ആർ.ജെ.ഡിയെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അതിനും താൻ തയ്യാറാണെന്നും യാദവ് സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം മുൻപും പ്രധാനമന്ത്രിക്കെതിരെ ലാലു വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഹിന്ദുമതത്തിൽ അമ്മയോ അച്ഛനോ മരണപ്പെട്ടാൽ താടിയും മുടിയും നീക്കം ചെയ്യുന്ന ആചാരമുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിയുടെ അമ്മ മരിച്ചപ്പോൾ അദ്ദേഹം അത് ചെയ്തിട്ടില്ലെന്നാണ് ലാലു ഒരിക്കൽ പറഞ്ഞത്. നിതീഷ് കുമാറിനെയും ലാലു പ്രസാദ് യാദവ് വിമർശിച്ചിരുന്നു. നിതീഷ് കുമാർ നിലപാടുകളില്ലാത്ത വ്യക്തിയാണെന്നും അതിന് ഉദാഹരണമാണ് വീണ്ടും എൻ.ഡി.എയിലേക്കുള്ള കൂറുമാറ്റമെന്നുമാണ് ലാലു അന്ന് പറഞ്ഞത്. ഏതായാലും ഇത്രയൊക്കെ വിമർശനങ്ങൾ ഉയരുന്ന സ്ഥിതിക്ക് മോദി ഭരണം എത്രത്തോളം എത്തുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം.